ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഒരു കമ്പാരിസൺ നടത്തുന്ന ഒരു ക്ലബ്ബാണ് ഇംഗ്ലണ്ടിലെ ടോട്ടനാം ഹോട്ട്സ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ലണ്ടൻ ക്ലബ്ബാണ്. സോ ഒരു പ്രധാന താരതമ്യം നടത്താനുള്ള കാര്യം എന്തുകൊണ്ട് സമ്പന്നമാണ് ട്രോഫി ഒഴികെ എന്നുള്ളൊരു സാഹചര്യമാണ്. എന്തെല്ലാം മാറി പറഞ്ഞാലും ആ ട്രോഫിയിലേക്ക് പറയുന്നൊരു കാര്യത്തിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. നിലവിൽ ടോട്ടനാമും കേരള ബ്ലാസ്റ്റേഴ്സും ഒക്കെ ഒരേ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. മറ്റൊന്നുമല്ല, നമുക്കറിയാമല്ലോ ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സ്റ്റേഡിയത്തിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം ടോട്ടൻഹാമിൻ്റെ ആരാധകരും ഒരു വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ടോട്ടൻഹാമിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അതിനൊരു റീസൺ. ഇപ്പോൾ അവർ ബാക്ക് ടു ബാക്ക് തോൽവികൾ, അതിൻ്റെ 4 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റു. കഴിഞ്ഞ 7 മത്സരമായിട്ട് അവർക്കൊരു വിജയം കണ്ടെത്താനായിട്ട് പ്രീമിയർ ലീഗിൽ സാധിച്ചിട്ടില്ല. നിലവിൽ പോയിന്റ് ടേബിളിൽ 15ാം സ്ഥാനത്താണ്. അതായത് വേണമെങ്കിൽ ഒരു റെലഗേറ്റ് ചെയ്യപ്പെടാമെന്ന പോലും ഒരു സാഹചര്യം ഈ സീസണിൽ ടോട്ടൻഹാമിന് ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ അവരുടെ ഒരു പെർഫോമൻസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ലെസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞ മറ്റൊരു റെലഗേഷൻ ബാറ്റിലുള്ളൊരു ടീമാണ്. അവർക്കെതിരെ കൂടി ടോട്ടൻഹാമിൻ്റെ ഹോമിൽ തോറ്റതോടുകൂടി ആരാധകർ കാര്യങ്ങളൊക്കെ കൈവിട്ടു. ഇപ്പോൾ ഒരു ബാനർ നന്നായിട്ട് വൈറലാകുന്നുണ്ട്. ലാസ്റ്റ് 24 ഇയേഴ്സ് 1 ട്രോഫി എന്ന് പറയുന്നൊരു ബാനറാണത്. ടൈം ഫോർ എ ചേഞ്ച് അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ തന്നെ ഒരു ഒരു നല്ലൊരു ക്ലബ്ബ് തന്നെയായിരുന്നു ടോട്ടൻഹാം എന്ന് പറഞ്ഞാൽ. അപ്പം അവരുടെ ചരിത്രമൊക്കെ നോക്കിയാൽ 24 ട്രോഫീസ് ഇംഗ്ലണ്ടിൽ തന്നെ നേടിയിട്ടുണ്ട്. യൂറോപ്പിൽ ഏതാണ്ട് 4 ട്രോഫീസൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 24 വർഷത്തിൽ അവർക്ക് ആകെ സ്വന്തമാക്കാൻ സാധിച്ചത് ഒരേ ഒരു ഈ പറഞ്ഞ ലീഗ് കപ്പ് മാത്രമാണ്. ഇപ്പം പ്രീമിയർ ലീഗോ അല്ലെങ്കിൽ ടോപ്പ് ടയർ ഓഫ് ദി ലീഗോ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലായിട്ട് അവർ ഒരു കിരീടം സ്വന്തമാക്കിയത് 1961 ലീഗ് സ്വന്തമാക്കിയ കാര്യമല്ല, ഏതാണ്ട് 60 വർഷത്തിനൊക്കെ മുകളിലായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ FA കപ്പ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൊമസ്റ്റിക് കപ്പാണ്. അത് അവസാനമായിട്ട് സ്വന്തമാക്കിയത് 1991 എന്നുള്ളതാണ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് നടത്തിയത് എന്ന് പറയുന്നത് UCL അവർ ഫൈനൽ കളിച്ചാണ് 2019. എനിവേ ഡാനിയൽ ലെവി എന്ന് പറയുന്ന ടോട്ടൻഹാമിൻ്റെ ചെയർമാനെതിരെയാണ് ഇപ്പം വലിയ തോതിലുള്ള ഔട്ട് വിളികൾ അല്ലെങ്കിൽ പ്രതിഷേധം ഒക്കെ വരുന്നത് എന്നുള്ളതാണ്. അപ്പം ആരാണ് ഈ ഡാനിയൽ ലെവി എന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് സംസാരിച്ച് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ ആരാധകർ പോകുന്നു എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഡാനിയൽ ലെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഒരു ബിസിനസ്മാനാണ്. ടോട്ടൻഹാമിൻ്റെ ഒരു ഫാൻ ബോയ് ആയിട്ട് 2001 എനിക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ടോട്ടൻഹാമിനെ വാങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നത്. അതിനുശേഷം ടോട്ടൻഹാം ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറി എന്ന് പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് കളിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. നിലവിലിപ്പോൾ അവരുടെ ഓസ്ട്രേലിയൻ കോച്ച് ഒരു സാക്കിൻ്റെയൊക്കെ ഒരു വക്കത്ത് തന്നെയാണ് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ ബാക്ക് ടു ബാക്ക് തോൽവികൾ. പക്ഷേ ആ കാര്യത്തിൽ ആരാധകർ അത്ര തൃപ്തരല്ല. കാരണം കോച്ച് മാറിയത് കൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ആരാധകർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് കോച്ച് മാറി വന്നാലും ബോർഡ് മാറി വന്നാലും ഡാനിയൽ ലെവി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു പേഴ്സൺ ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ ഒരു സെയിം ആക്ഷൻസ് കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ ഈ വാക്കുകൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ പറയുന്നതിലും കാര്യമുണ്ട്. ഇപ്പം പൊച്ചറ്റീനോ കോച്ചായിട്ടിരുന്ന ഒരു നല്ല കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം കോണ്ടെ പരിശീലകനായിട്ട് വന്നു, സാക്ഷാൽ മൗറിഞ്ഞോ വരെ പരിശീലനമായിട്ട് വന്നിട്ട് പോലും അവർക്കൊരു ട്രോഫി നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നതിൽ തന്നെ അതൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. എന്തുകൊണ്ട് ഈ ഡാനിയൽ ലെവി ഔട്ട് വിളി വല്ലാതെ ഉയരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പെൻഡ് ചെയ്യാനുള്ളൊരു മടി എന്ന് പറയുന്നത് ഈ ഒരു ക്ലബിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലിപ്പം എടുത്തു പറയേണ്ട, എനിക്ക് ഓർമ്മയുണ്ട് ഒരു സമ്മറിൽ ഒരു ട്രാൻസ്ഫർ പോലും നടത്താത്തൊരു സാഹചര്യം വരെ ഇപ്പം ടോട്ടൻഹാം എന്ന് പറയുന്ന ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നെഗോസിയേഷൻസ് ഒക്കെ ഇങ്ങനെ വൈകിപ്പിച്ച് ചിലപ്പോൾ അത് നടക്കാതെ പോകുന്ന സാഹചര്യം അങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു പ്ലെയറെ വാങ്ങാൻ വരുന്ന സമയത്തും ഈ പറഞ്ഞ നെഗോസിയേഷൻസ് ഭയങ്കര ടഫായിരിക്കും മറ്റ് ക്ലബ്ബുകൾക്ക്. എന്നിട്ട് വലിയ എമൗണ്ട് വാങ്ങിയിട്ടായിരിക്കും ആ ഒരു സെയിൽ നടന്നുണ്ടാകും. അതിലേറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഗാരത്ത് ബെയിൽ ഒരു റെക്കോർഡ് ഫീ ഒക്കെ കൊടുത്തിട്ടാണ് അന്ന് റയൽ മാഡ്രിഡ് സ്വന്തമാക്കുന്നത്. അതുപോലെ മോഡ്രിച്ചിൻ്റെ കാര്യം എടുക്കാം, കയൽ വാക്കറിൻ്റെ കാര്യം എടുക്കാം, ബെർബറ്റോവ്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹാരി കെയ്നും ഒക്കെ ക്ലബ്ബ് വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ 2017 കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്ലബ്ബാണ് ടോട്ടൻഹാം എന്ന് പറയുന്നത്. അതുപോലെ
ഈ വർഷത്തെ കണക്കെടുക്കാം. ഈ ക്ലബ്ബ് ഇപ്പോൾ അത്രയും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വർഷത്തെ ഏറ്റവും വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ക്ലബ്ബുകളുടെ ടോപ്പ് 10 ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പല പ്രീമിയർ ലീഗ് ക്ലബിനേക്കാൾ ഒരു മുകളിൽ ടോട്ടൻഹാമിൻ്റെ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്യുന്നൊരു ക്ലബ്ബ് തന്നെയാണ് ടോട്ടൻഹാം. ഇത്രയൊക്കെ ചെയ്തും ഒരു വലിയ ബ്രാൻഡായിട്ടും എന്തുകൊണ്ട് ആരാധകർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒബ്സസ്ഡ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോഫി ഇല്ല എന്നുള്ളതാണ്. എത്ര വലിയ ബ്രാൻഡായി ക്ലബ്ബ്, ഒരു ഗ്ലോബൽ ബ്രാൻഡായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ അവർക്ക് ആവശ്യം എന്താണ്? ട്രോഫി തന്നെയാണ്. ആരാധകർക്ക് അതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് അവർ പുറത്തോട്ട് കാണിക്കുന്നത്. ആക്ച്വലി ഈ ഒരു സംഭവം കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ പല ആർട്ടിക്കിൾസും വായിച്ച് കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഫാൻ ആയതുകൊണ്ട് നമ്മൾ റെഗുലർലി പല കാര്യങ്ങളുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ക്ലബ്ബിൽ നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇത് ഞാൻ അത്രയും ഫോളോ ചെയ്യുന്നൊരു ക്ലബ്ബല്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഫാൻസൊക്കെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ വായിച്ചൊക്കെ മനസ്സിലാക്കേണ്ടി വന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ അറിയാൻ, ഇപ്പോൾ നിങ്ങളൊരു ടോട്ടൻഹാം ഫാൻ ആണെങ്കിൽ ഇതിൽ കൂടുതൽ അറിയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ല വേറെ കാര്യങ്ങളൊക്കെ ആണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് എഴുതുക. ടോട്ടൻഹാം ഫാൻസ് അല്ലാതെ നിങ്ങൾക്ക് മറ്റിപ്പം പ്രീമിയർ ലീഗൊക്കെ വളരെ ഇൻഡെപ്തിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ ഈ ഒരു സംഭവം വായിച്ച സമയത്ത് നമ്മുടെ നാട്ടിലുള്ളൊരു ക്ലബ്ബുമായിട്ട്, നമ്മുടെ ഈ കേരളത്തിലുള്ളൊരു ക്ലബ്ബുമായിട്ട് വളരെയധികം സാമ്യത തോന്നിയതുകൊണ്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാൻ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് എന്നുള്ളത് കമ്പോസ് ചെയ്യാൻ പറ്റും. സൈനിങ് ഓഫ്.